Hello everyone, welcome to our UGC Net online course. So, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ ഈ ഒരു വീഡിയോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. Our first topic of today's discussion is programming the basic computer. Question number 50. The following program is stored in the memory unit of the basic computer. Give the content of the accumulator register in hexadecimal after the execution of the program. So, ഈ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ് ഇൻ ഹെക്സാഡെസിമൽ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് ആർ A1B4, 81B4, A184 ആൻഡ് 8184. സോ ഈ ഒരു പ്രോഗ്രാം നോക്കാം. 010 ലൊക്കേഷനും ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. 010 CLA means clear accumulator. Then 011 add 016, that is add means addition. Then BUN means branch unconditionally to 014. Then HLT halt. So ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ടേബിളാണ് കംപ്ലീറ്റ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് സൊല്യൂഷനിലെത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ. സോ ഇനീഷ്യലി എന്താണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ? CLA, ദാറ്റ് ഈസ് ക്ലിയർ ദ അക്യുമുലേറ്റർ കണ്ടൻറ്റ് ടു 0000. സോ പ്രസൻ്റ്ലി അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 0000. സോ ഞാൻ ഈ പറയുമ്പോൾ ഫസ്റ്റ് കോളം ലൊക്കേഷൻ, ദെൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ, ഈ 3 കോളമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി 010 കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ 011 എന്നുള്ള ലൊക്കേഷനിലാണ്. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ആഡ് 016 എന്ന് പറയുമ്പോൾ എന്തുവാണ്? 016 എന്നുള്ള ലൊക്കേഷനിലുള്ള കണ്ടൻറ്റും അക്യുമുലേറ്ററിൽ പ്രസൻ്റ്ലി ഉള്ള കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യണം. സോ 016 എന്നുള്ള ലൊക്കേഷനിലുള്ള കണ്ടൻറ്റ് എന്താണ്? C1A5 ആൻഡ് അക്യുമുലേറ്റർ കണ്ടൻറ്റ് എന്താണ്? 0000. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് C1A5. സോ പ്രസൻ്റ്ലി ദ അക്യുമുലേറ്റർ ഹാസ് C1A5. ഇനി 012 അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ബ്രാഞ്ച് അൺകണ്ടീഷണലി ടു 014. സോ നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് പോവാണ്? 014 എന്നുള്ള ലൊക്കേഷനിൽ വിത്തൗട്ട് എനി കണ്ടീഷൻ വി ആർ ഗോയിങ് ടു 014 ഫ്രം 012. അപ്പോൾ 014 ഇൻസ്ട്രക്ഷൻ എന്താണ്? ആൻഡ് 017. സോ 017 കണ്ടൻറ്റും കറൻ്റ്ലി ഉള്ള അക്യുമുലേറ്റർ കണ്ടൻറ്റും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുക. സോ 017 കണ്ടൻറ്റ് എന്താണ്? 93C6. ദെൻ കറൻ്റ്ലി അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് എന്താണ്? C1A5. സോ അത് രണ്ടും തമ്മിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നുള്ളത് എന്ന് താഴെ കാണിച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ സോൾവ് ചെയ്യുന്നത്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 8184 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. സോ പ്രസൻ്റ്ലി അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്തായി? 8184. അപ്പോൾ നമ്മളിപ്പോൾ 014ലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 015ലോട്ട് പോവും. അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ബ്രാഞ്ച് അൺകണ്ടീഷണലി ടു 013. സോ അവിടെ നിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് ബാക്കിലോട്ട് 013ലോട്ട് പോവും. അവിടെ എന്തായി? ഇൻസ്ട്രക്ഷൻ ഹോൾട്ടായി. സോ അവിടെ എന്തായി? സ്റ്റോപ്പായി. സോ ആ ഒരു ടൈമിൽ അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്ത് തന്നെയാണ്? 8184 തന്നെയാണ്. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് ജമ്പ് ചെയ്യുകയാണ്, നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ആൻഡ് 017. അതായത് 017 കണ്ടൻറ്റും കറൻ്റ്ലി ഉള്ള അക്യുമുലേറ്റർ കണ്ടൻറ്റും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ദാറ്റ് ഈസ് 93C6 ആൻഡ് ഓപ്പറേഷൻ വിത്ത് 8184. അതാണ് രണ്ടാമത് താഴെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അത് ചെയ്യുമ്പോഴും വി വിൽ ഗെറ്റ് ദ സെയിം ആൻസർ 8184. സോ അവിടെ വച്ചും അക്യുമുലേറ്റർ കണ്ടൻറ്റ് എന്ത് തന്നെയാണ്? 8184 തന്നെയാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ഓൾ ദീസ് ഓപ്പറേഷൻസ് അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 8184. സോ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. നമ്മൾ മുൻപ് നോക്കിയ അതേ ഫോമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിതും. So the question is, the following program is stored in memory unit of the basic computer.
what is the content of accumulator after the execution of program, and all location numbers listed below are in hexadecimal. So options തന്നിട്ടുണ്ട് 1002, 2011, 2022, 0215. സോ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് നോക്കാം. ലൊക്കേഷൻ ഫ്രം 210 to 218, ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട്. വേർ CLA മീൻസ് ക്ലിയർ അക്യുമുലേറ്റർ, then add means addition, BUN means branch unconditional, then INC means increment the accumulator value by 1, STA means store the accumulator value in a memory, CMA means taking the ones complement of accumulator, then finally AND means perform AND operation. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ആൻഡ് അറ്റ് ദ എൻഡ് അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഫ്രം 210 അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? CLA, ദാറ്റ് മീൻസ് ക്ലിയർ ദ അക്യുമുലേറ്റർ കണ്ടൻറ്റ് ടു 0000. ദെൻ 211 അവിടെ എന്താണ്? ആഡ് 217, അതായത് 217 എന്ന ലൊക്കേഷനിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കറണ്ട് കണ്ടൻറ്റും ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 217ലെ കണ്ടൻറ്റ് എന്താണ്? 1234. സോ 1234 പ്ലസ് അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 0000. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1234. സോ പ്രസൻ്റ്ലി അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 1234. നൗ 212 INC means increment the accumulator value by 1. So currently എന്താണ്? 1234 ആണ് അക്യുമുലേറ്റർ വാല്യൂ. സോ അതിനെ ഇൻക്രിമെൻറ്റ് 1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1235. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ STA 217. സോ എന്താണ്? സ്റ്റോർ ദിസ് വാല്യൂ 1235 അറ്റ് ദ ലൊക്കേഷൻ 215. സോ കറൻ്റ്ലി അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ എടുത്ത് 217 എന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുവാണ്. 217ൽ ഓൾറെഡി 1234 ആയിരുന്നു, അതിന് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ 1235 എടുത്ത് വയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ LDA 218. സോ ലോഡ് ദ അക്യുമുലേറ്റർ വിത്ത് കണ്ടൻറ്റ് ഓഫ് 218. സോ അക്യുമുലേറ്റർ നൗ ഹാസ് 9CE2, അതായത് 218ലെ കണ്ടൻറ്റ് എന്താണ്? 9CE2. ആ കണ്ടൻറ്റിനെ എടുത്ത് അക്യുമുലേറ്ററിലോട്ട് വയ്ക്കുവാണ്. ഇനി CMA മീൻസ് അക്യുമുലേറ്റർ കണ്ടൻറ്റിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുക. സോ കറൻ്റ്ലി അക്യുമുലേറ്ററിനകത്ത് 9CE2 ആണുള്ളത്, അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കണം. സോ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 9C2നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എല്ലാ വൺസും 0 ആയിട്ട് കൺവേർട്ട് ചെയ്യുക, സീറോസൊക്കെ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സോ നമുക്കതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. അതിനെ അഗെയിൻ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹെക്സ് വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 631D. ഇനി 216 ലൊക്കേഷൻ നോക്കാം. അവിടെ ആൻഡ് 217. സോ 217ലെ വാല്യൂവും കറൻ്റ്ലി ഉള്ള അക്യുമുലേറ്ററിൻ്റെ വാല്യൂവും തമ്മിൽ എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക. സോ കറൻ്റ്ലി അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താണ്? 631D പ്ലസ് 217ലെ വാല്യൂ എന്താണ്? നമ്മൾ ഓൾറെഡി 1234 ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്ത് 1235 ആക്കി. സോ അത് രണ്ടും കൂടെ ആൻഡ് ചെയ്യും. 631Dയും 1235 ആൻഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 0215. സോ അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞപ്പം ഫൈനലി അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 0215. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ അടുത്ത ടോപ്പിക്ക് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ, ടോപ്പിക് 6 ഫ്രം യൂണിറ്റ് 2. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question number 17. Given below are 2 statements. Statement 1. Hardware control unit can be optimized to produce fast mode of operation. Statement 2. Indirect addressing mode needs 2 memory reference to fetch operand. So, in the light of this above statements, choose the correct answer from the options given below. Option A endana? Both the statements are true. Option B. Both the statements are false. Option C. Statement 1 is correct but statement 2 is false. Option D. Statement 1 is incorrect but statement 2 is true. So, അത് നമുക്ക് second statement എടുക്കാം. Indirect addressing mode needs 2 memory reference to fetch operand.
സോ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. ബിക്കോസ് നമുക്കറിയാം ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണത്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിൽ 2 പ്രാവശ്യം നമുക്ക് മെമ്മറി റെഫർ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഡയറക്റ്റ്ലി അഡ്രസ് ഫീൽഡിനകത്ത് മെമ്മറി ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരിക്കത്തില്ല. സോ എവിടെയാണോ മെമ്മറി ലൊക്കേഷൻ ഉള്ളത് ആ ഒരു ലൊക്കേഷൻ്റെ വാല്യൂ ആയിരിക്കും അഡ്രസ് ഫീൽഡിനകത്ത് ഉണ്ടാവുക. സോ അവിടെ നിന്ന് നമ്മൾ ആ ലൊക്കേഷനിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് അഡ്രസ്സ് കിട്ടുള്ളൂ. ദെൻ ആ ആക്ച്വൽ അഡ്രസ്സിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഓപ്പറാൻഡ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് 2 പ്രാവശ്യം മെമ്മറി നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് കറക്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ഇസ് ഒപ്റ്റിമൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫാസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ എന്താണ് ഈ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, ഓർ ഹാർഡ്വെയർ കൺട്രോൾ ടെക്നിക്സ്? നോർമലി ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ്. അതേസമയം ഹാർഡ്വെയർ കൺട്രോൾ ടെക്നിക്സിനകത്ത് എങ്ങനെയാണ് ഈ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്? The control signals here are generated by means of hardware circuit. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അറിയാം, ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫാസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ ഈ ഒരു സെൻറ്റൻസ് ആയിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 2. ദാറ്റ് ഈസ് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫാസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ അതെന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are true. So next question, question number 18. The fault can be easily diagnosed in the microprogram control unit using diagnostic tools by maintaining the content of option A flags and counters, B registers and counters, C flags and registers, and D flags, registers and counters. സോ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് ഇൻ ഡീറ്റെയിൽ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നൗ ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ദാറ്റ് ദ ഫോൾട്ട് ക്യാൻ ബി ഈസിലി ഡയഗ്നോസ്ഡ് ബൈ യൂസിങ് ദ ഡയഗ്നോസ്റ്റിക് ടൂൾ ബൈ മെയിൻറ്റെയിനിങ് ദ കണ്ടന്റ് ഓഫ് ഫ്ലാഗ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. സോ ഈ മൂന്നിൻ്റെയും കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈസിലി ഫോൾട്ട് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഇൻ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്. സോ ഓപ്ഷൻ ഡി ഫ്ലാഗ്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A micro instruction format has micro operation field which is divided into 2 subfields F1 and F2, each having 15 distinct micro operations, a condition field CD for 4 status bits, a branch field BR having 4 options used in conjunction with address field AD. The address space is of 128 memory words and the size of micro instruction is dash. Option A 19, option B 18, option C 17 and option D 20. സോ ഈ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 2 മൈക്രോ ഓപ്പറേഷൻ ഫീൽഡ് ഉണ്ട്, F1 ആൻഡ് F2, ദെൻ ഒരു കണ്ടീഷൻ ഫീൽഡ്, ദെൻ ബ്രാഞ്ച് ഫീൽഡ് ആൻഡ് ദെൻ ഫൈനലി അഡ്രസ് സ്പേസ്. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? മൈക്രോ ഓപ്പറേഷൻ ഫീൽഡ് F1 എന്ന് പറയുന്നത് ഇസ് ഹാവിങ് 15 ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോ ഓപ്പറേഷൻ ആൻഡ് F2 ഇസ് ഓൾസോ ഹാവിങ് 15 ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോ ഓപ്പറേഷൻസ്. ദെൻ കണ്ടീഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ 4 സ്റ്റാറ്റസ് ബിറ്റ്സ്, branch field is having 4 options and address space is of 128 memory locations. ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോ ഓപ്പറേഷൻ്റെ ടോട്ടൽ സൈസ് എത്രയാണെന്നുള്ളതാണ്. സോ ഇത്രയും ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് F1 F2 ആണ്. സോ അതിനായിട്ട് വി നീഡ് 15 ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് ഈച്ച് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 15 എന്ന് പറയുമ്പോൾ 3 bits ഓഫ് മെമ്മറി ഓക്കെ ആണോ എന്ന് നോക്കാം. 2⁻³ ഇസ് ഈക്വൽ ടു 8 ആൻഡ് വിച്ച് ഇസ് ഓൺലി ലെസ് ദാൻ 50. അതുകൊണ്ട് അത് പറ്റത്തില്ല. സോ 2⁴ നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 16. സോ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് ഇറ്റ് ഇസ് പോസിബിൾ. So to design F1 and F2, it will take 4 bits of memory because 2⁴ is equal to 16. ഇനി കണ്ടീഷണൽ ഫീൽഡ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് 4 സ്റ്റാറ്റസ് ബിറ്റ്സ് ആണ് വേണ്ടത്. സോ obviously it will take 2 bits of memory, that is because of 2⁻² is equal to 4
and to design branch field we need 4 status bits. It will take 2 bits memory because 2 raised to 2 is equal to 4. ഇനി അഡ്രസ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ 128 സ്റ്റാറ്റസ് ബിറ്റ്സ് ആണ് വേണ്ടത്. സോ അവിടെ നമുക്ക് 128 ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 raised to 7. സോ 7 ബിറ്റ്സ് ഓഫ് മെമ്മറി ആണ് അവിടെ ആവശ്യമുള്ളത്. സോ ടോട്ടൽ മൈക്രോ ഓപ്പറേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് F1 എത്ര ബിറ്റ്സ് ആണ്, അത് പ്ലസ് F2 പ്ലസ് CD പ്ലസ് PR പ്ലസ് ADF വിച്ച് ഇസ് ഈക്വൽ ടു 4 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 19. സോ ഓപ്ഷൻ A 19 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 and 2 തന്നിട്ടുണ്ട്. വി ഹാവ് ടു മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. So list 1 micro operation, micro program control unit, interrupts and micro instruction. List 2 is having specify micro operation, improve CPU utilization, control memory, elementary operation performed on data stored in registers. So നമുക്ക് മാച്ച് ചെയ്യാം. മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ ദ എലമെൻ്ററി ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ഡേറ്റ സ്റ്റോർഡ് ഇൻ രജിസ്റ്റേഴ്സ്. സോ എ ഈസ് മാച്ച്ഡ് വിത്ത് ഓപ്ഷൻ 4. സോറി, ലിസ്റ്റ് 2 4ആയിട്ടാണ് എ മാച്ച് ചെയ്തിരിക്കുന്നത്. നൗ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ്, ഇറ്റ് is related to control memory, so B3. And interrupts, they improve the CPU utilization, so C2. And finally D is 1, that is micro instructions specify a micro operations. So option 1 is the right answer. സോ ഇന്നത്തെ വീഡിയോയിൽ ഫൈനൽ ടോപ്പിക്കിലോട്ട് വരികയാണ്, പൈപ്പ്ലൈനിങ് ആൻഡ് വെക്റ്റർ പ്രോസസ്സിംഗ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യനും പിന്നെ കോമൺ ആയിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു വരുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തേത് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 21. A non-pipeline system takes 30 nanoseconds to process a task. The same task can be processed in a 4-segment pipeline with a clock cycle of 10 nanoseconds. Determine the speed up of the pipeline for 100 tasks. Option A 3, option B 4, option C 3.91 and option D 2.91. സോ സ്പീഡപ്പ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സ്പീഡപ്പ് ഓഫ് എ പൈപ്പ്ലൈൻഡ് പ്രോസസ്സർ ഓവർ എ നോൺ പൈപ്പ്ലൈൻഡ് പ്രോസസ്സർ ഇസ് ഈക്വൽ ടു നോൺ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം ഡിവൈഡഡ് ബൈ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം. സോ n ടാസ്ക് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആൻഡ് അവിടുത്തെ സ്പീഡപ്പിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? പൈപ്പ്ലൈൻഡ് നോൺ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം ഡിവൈഡഡ് ബൈ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം. സോ ഇവിടെ നമ്പർ ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? 100 ടാസ്ക് ആണ്. സ്പീഡപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n(Tn) ഡിവൈഡഡ് ബൈ n പ്ലസ് k മൈനസ് 1 ഇൻറ്റു TP. അതിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാസ്ക് ആണ്, ഇവിടെ വിച്ച് ഇസ് ഈക്വൽ ടു 100 ടാസ്ക്. ആൻഡ് k എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ഇൻ ദ പൈപ്പ്ലൈൻഡ് പ്രോസസ്സർ. സോ ഇറ്റ് ഈസ് എ 4-segment pipeline processor. സോ k ഇസ് ഈക്വൽ ടു 4 ആൻഡ് Tn എന്ന് പറയുന്നത് നോൺ പൈപ്പ്ലൈൻ പ്രോസസ്സർ എടുത്ത ടൈം, ദാറ്റ് ഇസ് ഈക്വൽ ടു 30 നാനോസെക്കൻഡ്സ്. ആൻഡ് TP എന്ന് പറയുന്നത് പൈപ്പ്ലൈൻ പ്രോസസ്സർ എടുത്ത ടൈം വിച്ച് ഇസ് ഈക്വൽ ടു 10 നാനോസെക്കൻഡ്സ്. സോ ആ വാല്യൂസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 2.91 വിച്ച് ഇസ് ഓപ്ഷൻ D is the right answer, 2.91. So next question is also of the same pattern. അതായത് 2019 ഇതും ചോദിച്ചിട്ടുണ്ട്. മുൻപത്തെ ക്വസ്റ്റ്യൻ്റെ അതേ സെയിം പാറ്റേൺ ആണ് ഈ ക്വസ്റ്റ്യന്. സോ ക്വസ്റ്റ്യൻ നമ്പർ 22. A non-pipeline system takes 50 nanoseconds to process a task and the same task can be processed in 6-segment pipeline with a clock cycle of 10 nanoseconds. Determine approximately the speed up ratio of the pipeline for 500 tasks. സോ ഇവിടെ നമ്മൾ മുൻപ് യൂസ് ചെയ്ത അതേ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളതൊന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 4.95. സോ ഓപ്ഷൻ ബി, ഹിയർ ദ ഓപ്ഷൻ ബി ഇസ് 4.95 ആൻഡ് ഇറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നേക്കുവാണ്. ദാറ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു k segment pipelining are true?
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാക്സിമം സ്പീഡപ്പ് ദാറ്റ് എ പൈപ്പ്ലൈൻ ക്യാൻ പ്രൊവൈഡ് ഇസ് കെ തിയറട്ടിക്കലി. ബി, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ് മാക്സിമം സ്പീഡപ്പ് കെ ഇൻ കെ സെഗ്മെൻറ്റ് പൈപ്പ്ലൈൻ. സി, ഓൾ സെഗ്മെൻറ്റ്സ് ഇൻ പൈപ്പ്ലൈൻ ടേക്ക് സെയിം ടൈം ഇൻ കമ്പ്യൂട്ടേഷൻ. സോ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കണം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി, ബി ആൻഡ് സി ഓൺലി, എ ആൻഡ് സി ഓൺലി, ആൻഡ് എ, ബി ആൻഡ് സി. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എടുക്കുകയാണെങ്കിൽ മാക്സിമം സ്പീഡപ്പ് ദാറ്റ് എ പൈപ്പ് ലൈൻ ക്യാൻ പ്രൊവൈഡ് ഇസ് കെ തിയറട്ടിക്കലി. സോ തിയറട്ടിക്കലി ഒരു പൈപ്പ് ലൈനിന് മാക്സിമം സ്പീഡപ്പ് എന്തുവരെ പ്രൊവൈഡ് ചെയ്യാം? കെ വരെ പ്രൊവൈഡ് ചെയ്യാം. കെ സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ എടുക്കുകയാണെങ്കിൽ മാക്സിമം സ്പീഡപ്പ് കെ വരെ പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൺലി തിയറട്ടിക്കലി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ് മാക്സിമം സ്പീഡപ്പ് കെ ഇൻ കെ സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ. സോ തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് കെ വരെ എന്ത് ചെയ്യാം? സ്പീഡപ്പ് പ്രൊവൈഡ് ചെയ്യാം. ബട്ട് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ ട്രൂ. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ സെഗ്മെൻറ്റ്സ് ഇൻ പൈപ്പ് ലൈൻ ടേക്ക് സെയിം ടൈം ഇൻ കമ്പ്യൂട്ടേഷൻ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ദാറ്റ് ഇസ് എല്ലാ സെഗ്മെൻറ്റ്സും സെയിം ഡ്യൂറേഷൻ അല്ലായിരിക്കും. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് മേ റിക്വയർ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ടൈം. ഇനി ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, a pipeline is most efficient when the segments are having same duration. So ഈ ഒരു തേർഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ട്രൂ ഫോർ എ മോസ്റ്റ് എഫിഷ്യൻറ്റ് പൈപ്പ് ലൈൻ. ഓക്കെ, സോ ഓപ്ഷൻ എ is the right answer. That is statement A and B is only true.